മനസാക്ഷിയെ സ്തബ്ധമാക്കിയ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട് കോടതിയുടെ പടിക്കെട്ടിറങ്ങി വന്ന ദിലീപ് മാധ്യമങ്ങൾക്ക് നൽകിയ ആദ്യ പ്രതികരണം തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നതാണ്. കേസിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന മഞ്ജു വാര്യരുടെ നിർണായകമായ പ്രസംഗത്തിന് മറുപടി എന്നോണമാണ് ദിലീപ് വാക്കുകൾ തൊടുത്തുവിട്ടത്. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിലുണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന നടന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എന്റെ കരിയർ, ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നതായിരുന്നു ദിലീപിന്റെ വാക്കുകൾ. ഗൂഢാലോചന നടത്തിയതാരാണ് എന്നതിന് ദിലീപിന് മറുപടി ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നത് നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിന് തൊട്ടു പിന്നാലെ 2017 ഫെബ്രുവരി 19 ഞായറാഴ്ച വൈകുന്നേരം കൊച്ചി രാജേന്ദ്ര മൈതാനത്ത് നടി മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളിലേക്കാണ്. ഇത് വെറും ഒരു ക്രിമിനൽ ആക്രമണമല്ല. ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഇതൊരു കൊട്ടേഷൻ ആണെന്നാണ്. അതിനാൽ തന്നെ ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവർ ആരായാലും, അവർ എത്ര വലിയവനായാലും ശിക്ഷിക്കപ്പെടണം. കേരളം മുഴുവൻ ആക്രമിക്കപ്പെട്ട എന്റെ സുഹൃത്തിനൊപ്പം നിൽക്കണം. അതുവരെ ഈ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ അന്വേഷണം ആവശ്യപ്പെട്ട വേദിയെ കൂടി ഞെട്ടിക്കുന്നതായിരുന്നു മഞ്ജുവിന്റെ വാക്കുകൾ. നടിക്കെതിരെ നടന്നത് ഗൂഢനീക്കമാണെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പിന്നീട് അന്വേഷണം നീങ്ങിയതും. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ കേസിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് ശക്തമായ പിന്തുണ നൽകുകയും 28 സാക്ഷികൾ മൊഴി തിരുത്തിയപ്പോഴും കേസിൽ അണുവിട വിട്ടുവീഴ്ചയില്ലാതെ നിന്ന താരമാണ് മഞ്ജു. എന്നാൽ അതേ വേദിയിൽ ദിലീപ് ഞെട്ടൽ അറിയിക്കുകയും മാധ്യമങ്ങളോട് വാർത്തകൾ വളച്ചൊടിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ദിലീപിന്റെ വാക്കുകൾ ഇത്തരത്തിലായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നലെ രാവിലെ ആൻഡോ വിളിച്ചു പറയുമ്പോഴാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ വാർത്ത അറിയുന്നത്. എന്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ള കുട്ടി കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ വീടിനകത്തേക്ക് തന്നെയാണ് നോക്കിപ്പോകുന്നത്, ഭയക്കുന്നത്. ഇത് സിനിമയിൽ സംഭവിച്ചു എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദാരുണമായ, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്ന്. സത്യസന്ധമായ രീതിയിലാണ് പോലീസ് അതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും വളരെ സജീവമായി ഇതിന് പിന്നിലുള്ള ആളുകളുടെ പിറകെ തന്നെയുണ്ട്. മീഡിയക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, വാർത്തകൾ വളച്ചൊടിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത് സിനിമയിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഇത്രയും കൂട്ടായ്മയുണ്ടായി. പക്ഷെ നമ്മുടെ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ നടക്കുന്ന സംഭവമായി എടുത്ത് ഇനി ഈ നാട്ടിൽ ഇത് സംഭവിക്കാതിരിക്കാൻ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൂട്ടായി നിൽക്കാം. അതിന്റെ ഭാഗത്ത് ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. മമ്മൂക്ക വിളിച്ചപ്പോൾ ഇവിടെ എല്ലാവരും ഓടി വരികയുണ്ടായി. മലയാള സിനിമാ കുടുംബത്തിലെ ഒരംഗത്തിന് സംഭവിച്ചു എന്നതിനേക്കാൾ അപ്പുറം കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നന്ദി. വാക്കുകളിൽ നിറഞ്ഞു നിന്ന സത്യസന്ധതയെ കൂടെയാണ് അന്ന് ആ വേദിയിൽ മഞ്ജു ചോദ്യം ചെയ്തത്. പിന്നീട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന പോലീസ് കണ്ടെത്തലിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ഒരു ആന്റി ക്ലൈമാക്സ് ആണ് കേരളം കണ്ടുനിന്നത്. പിന്നീട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ന് കോടതി വളപ്പിൽ പറഞ്ഞ അതേ വാക്കുകൾ ദിലീപ് പറഞ്ഞു വെച്ചു. ആക്രമിക്കപ്പെട്ട നടി പെട്ടെന്ന് തന്നെ അതിജീവിച്ചതിലെ അസ്വാഭാവികതയിൽ ഞെട്ടൽ പ്രകടിപ്പിക്കുന്നതിനൊപ്പം കേസിൽ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണെന്നും തന്റെ കരിയർ തകർക്കാനുണ്ടായ ഗൂഢശ്രമമാണിതെന്നും ദിലീപ് പറയുന്നുണ്ട്. അതിനു പുറകിൽ ഒരു പരസ്യ കമ്പനി ഉണ്ടെന്നും അതുകൊണ്ടാണ് മാധ്യമങ്ങളെ വിലക്കെടുക്കാൻ സാധിച്ചതെന്നും ദിലീപ് പറഞ്ഞു വെച്ചു. അതേ വാക്കുകളാണ് 8 വർഷങ്ങൾക്കിപ്പുറവും ദിലീപ് ആവർത്തിക്കുന്നത്. 3215 ദിവസങ്ങൾക്കിപ്പുറം കേസിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കോടതി പറയുമ്പോഴും അതിൽ നിന്നും ദിലീപിന്റെ പേര് വെട്ടിമാറ്റുമ്പോഴും ദിലീപും മഞ്ജുവും ആവർത്തിക്കുന്ന ഇതേ ഗൂഢാലോചന ആരൊക്കെ തമ്മിൽ, ആർക്കെതിരെ എന്ന കാര്യത്തിൽ ഇന്നും ചോദ്യചിഹ്നം മാത്രമാണ് അവശേഷിക്കുന്നത്.